സൂപ്പിൾ എന്നെ നന്നായിട്ട് എൻ്റെ ലൈഫ് ഇങ്ങനെ പോയിരുന്ന ലൈഫിനെ ഇങ്ങനെ ആക്കിയിട്ടുണ്ട്. എൻ്റെ പേര് മുഹമ്മദ് സാദിഖ്. ഞാൻ വരുന്നത് പഴക്കര നിന്നാണ്, കാക്കനാട്. 10ാം ക്ലാസ് ഒക്കെ കഴിഞ്ഞ് +2 കയറി. +2 കഴിഞ്ഞപ്പോൾ ആദ്യം മുന്നേ ഡിഗ്രിക്ക് കാരണം ഡിഗ്രി ലൈഫൊക്കെ ഒന്ന് എൻജോയ് ചെയ്യണമെന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ +2 കഴിഞ്ഞ ടൈമിൽ ഞങ്ങൾക്ക് കൊറോണ ഒരു പീക്ക് ആയിട്ട് കയ്യിൽ നിൽക്കുന്ന ടൈം ആയതുകൊണ്ട് ഡിഗ്രിക്ക് പോകാനുള്ളൊരു മൈൻഡ് ഉണ്ടായില്ല. എന്തെങ്കിലും കോഴ്സ് എടുത്തൊരു പുതിയൊരു സ്കില്ല് എന്തെങ്കിലും ലേൺ ചെയ്യാന്നുള്ളൊരു തോട്ട് ഫസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ അതൊന്ന് സ്റ്റക്കായി പോയി. പിന്നെ ഒരു ആഫ്റ്റർ 2 ഇയേഴ്സിന് ശേഷം എൻ്റെ ഒരു ഫ്രണ്ടിനെ ഞാൻ ഇങ്ങനെ കറന്റ് പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, ഇങ്ങനെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. അങ്ങനെയാണ് എനിക്ക് സൂപ്പർ എന്ന് പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂട്ട് എനിക്ക് പരിചയപ്പെടുത്തുന്നത്. ഞാൻ കൂടുതൽ അറിയാൻ വേണ്ടി എൻക്വയറി ചെയ്തു. എൻക്വയറി നടത്തി ഞാൻ അന്വേഷിച്ചു. അപ്പൊ നിരവധി കോഴ്സ് ഉണ്ടെന്ന് മനസ്സിലായി. അതിൽ എനിക്ക് കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് ആയിരുന്നു. ഓൾറെഡി സോഷ്യൽ മീഡിയ ഡെയിലി കൈകാര്യം ചെയ്യുന്നതുകൊണ്ട് അതിനോട് ഒരു ഇൻട്രസ്റ്റ് കൂടെ ഉള്ളതുകൊണ്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചൂസ് ചെയ്തു. ആദ്യം ഇങ്ങോട്ട് വരാനായിട്ട് ഭയങ്കര പേടിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു ആക്ച്വലി. പക്ഷെ വന്നതിന് ശേഷം അടിപൊളിയായിട്ട് ഭയങ്കര എൻജോയ്മെന്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു. നന്നായിട്ട് പഠിക്കാനും പറ്റി. സാറ് കുറെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. സാറ് രോഹിത് സാറായിരുന്നു, ആളും കുറെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പൊ കോഴ്സ് കഴിയാറായ ടൈം ആയപ്പോഴത്തേക്കും ചെറിയൊരു ടെൻഷൻ വന്നു തുടങ്ങി. ഇത്രയും പൈസ മുടക്കി കോഴ്സ് പഠിച്ചു, ജോലി കിട്ടും എന്നുള്ള ടെൻഷൻ ഉണ്ടായിരുന്നു. ആ ടൈമില് ഞാൻ കുറച്ച് കമ്പനിയിലേക്ക് ജസ്റ്റ് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു, ഇൻഡീഡ് വഴി അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് വന്ന ഇന്റർവ്യൂ തന്നെ ഞാൻ പ്ലേസ്ഡ് ആയി. പകരം ഒരു കമ്പനിയിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്റ്റാഫായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പലരുടെയും ലൈഫിൽ ഒരു കാര്യം ടേണിംഗ് മൊമെന്റ് ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു ലൈഫ് ചേഞ്ചിങ് ഡിസിഷൻ ഉണ്ടാവും. എൻ്റെ ലൈഫിലെ ചേഞ്ച് ചെയ്ത ഡിസിഷൻ എന്താണെന്ന് വെച്ചാൽ ഞാൻ പറയും സൂപ്പറിലെ കോഴ്സ് സെലക്ട് ചെയ്താണെന്ന് ഞാൻ പറയുള്ളൂ. സൂപ്പർ എന്നെ നന്നായിട്ട് എൻ്റെ ലൈഫ് ഇങ്ങനെ പോയിരുന്ന ലൈഫിനെ ഇങ്ങനെ ആക്കിയിട്ടുണ്ട്.